നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെറിയ അധ്യായങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മുമ്പോട്ട് കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പഠിച്ച് തന്നെ പോവുക. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ആമുഖമാണ്. ആമുഖത്തെ പൂർണ്ണമായിട്ടും ഒരു നോട്ടാക്കി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആമുഖം എന്ന് പറയുമ്പോൾ ആമുഖം കടമെടുത്ത രാജ്യം പഠിച്ചു വെക്കുക. ആമുഖം കടമെടുത്ത രാജ്യം അമേരിക്കയാണ്, പഠിച്ചു വെക്കുക. ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയാണ്. അതുപോലെ തന്നെ റിട്ടുകൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതികൾ എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. റിപ്പബ്ലിക് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആമുഖം കടമെടുത്ത രാജ്യം അമേരിക്കയാണ്, പഠിച്ചു വെക്കണേ. ആമുഖം കടമെടുത്ത രാജ്യം അമേരിക്കയാണ്. ഈ പറഞ്ഞ ആമുഖം എങ്ങനെയാണ് നിലവിൽ വരുന്നത്? അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ 1946 പഠിച്ചു വെക്കണേ. ആ വർഷം ഒന്ന് പഠിച്ചു വെക്കണേ. 1946 ഡിസംബർ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിൾ ആയിട്ട് അഥവാ ആമുഖമായിട്ട് മാറുന്നത്. പഠിച്ചു വെക്കണേ. ഇത് ഒരു കാരണം വെച്ചാൽ ഈ വർഷം മറന്നു പോകല്ലേ. അപ്പൊ നമുക്കുള്ളതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതാൻ കഴിയണം. അപ്പോൾ ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. 1947 തൊട്ട് അടുത്ത വർഷം 47 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിക്കുകയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ. അപ്പൊ 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 47 ജനുവരി 22 ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു മക്കളെ? ഇത് അംഗീകരിച്ചു. പഠിച്ചു വെക്കണേ. ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഇത് ആമുഖമായിട്ട് മാറി. 1950 ജനുവരി 26 ഇട്ടുകൊടുത്ത മക്കളെ. 3 വർഷങ്ങൾ ഇട്ടുകൊടുത്ത. കൃത്യമായിട്ട് ആമുഖം പറയുമ്പോൾ ഈ 3 വർഷങ്ങൾ നമുക്ക് ഓർമ്മ പറഞ്ഞേ. 46 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 47 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയത്തെ എന്ത് ചെയ്തു? ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചു. 1950 ജനുവരി 26 ആമുഖം നിലവിൽ വന്നു. ഈ 3 വർഷവും ഡേറ്റും ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കണേ. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം എന്ന 1950 ജനുവരി 26 അതേ വർഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ആമുഖം അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആമുഖം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. പഠിച്ചു വെക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് കവർ പേജ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ അലങ്കരിച്ചത് നന്ദലാൽ ബോസ് ആണെങ്കിൽ പഠിച്ചു വെക്കുക. ആമുഖത്തിന്റെ കവർ പേജ് അലങ്കരിച്ചത് റാം മനോഹർ സിൻഹയാണ്. പഠിച്ചു വെക്കണേ. റാം മനോഹർ സിൻഹയാണ് ആമുഖത്തിന്റെ കവർ പേജ് അലങ്കരിച്ചത്. തിരിഞ്ഞു പോകരുത്. ഓപ്ഷനിൽ നന്ദലാൽ ബോസ് കാണും, കൊടുക്കരുത്. ഉത്തരം ആമുഖത്തിന്റെ കവർ പേജ് തയ്യാറാക്കിയത് അലങ്കരിച്ചത് റാം മനോഹർ സിൻഹയാണ്. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെക്കണേ. ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം കൊണ്ടുവന്നത് എം.എൻ. റോയി ആണെങ്കിൽ ഇന്ത്യക്ക് ഒരു ആമുഖം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ബി.എൻ. റാവു ആണ്. പഠിച്ചു വെക്കണേ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. തിരിഞ്ഞു പോകരുതേ. അതപ്പം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നത് ബി.എൻ. റാവു ആണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം കൊണ്ടുവന്നത് എം.എൻ. റോയി അല്ലേ? പഠിച്ചു വെക്കണേ. ആമുഖത്തെ ഒരേ ഒരു തവണയല്ലേ ഭേദഗതി ചെയ്തത്? ആമുഖത്തെ ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് പഠിച്ചു വെക്കുക. ആ ഭേദഗതി ഏതാണെന്ന് പഠിച്ചു വെക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയല്ലേ. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ആമുഖത്തെ ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത് 1976. അപ്പൊ 4ാമതൊരു വർഷവും കൂടി ആമുഖം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു 76. 1976 42ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? ആമുഖത്തിൽ മാറ്റം വരുത്തിയത്, ഭേദഗതി ചെയ്തത്. അതായത് സോഷ്യലിസവും മതേതരത്വം എന്ന് പറയുന്ന 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഐക്യം എന്നുള്ളതിന് പകരം എന്താണ്? ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു. ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ പുതുതായിട്ട് വന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സോഷ്യലിസവും ഒന്ന് മതേതരത്വവുമാണ്. അതിന്റെ ഐക്യം എന്നുള്ളതിന്റെ കൂടെ എന്ത് ചെയ്തു? അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 1976 ഭേദഗതി ചെയ്തത്. ആ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി
ജനുവരി 3-നാണ്. പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് ഈ പറഞ്ഞ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇത് ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങാൻ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാ? HV കാമത്താണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഈ പറഞ്ഞ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറയുന്ന ആമുഖത്തെ ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങാൻ പറഞ്ഞതാരാണ്? HV കാമത്താണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചു വെക്കണം. ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നീതിയാണ്, ഒന്ന് സമത്വമാണ്, ഒന്ന് സാഹോദര്യം, 4 സ്വാതന്ത്ര്യമാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് നീതി, ഒന്ന് സമത്വം, ഒന്ന് സാഹോദര്യം, ഒന്ന് സ്വാതന്ത്ര്യം. നമുക്കറിയാം സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും കടമെടുത്ത രാജ്യം ഫ്രാൻസ് ആണ് അല്ലേ. റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടമെടുത്തതും ഏതിൽ നിന്നാ? ഫ്രാൻസിൽ നിന്നാ. ജനങ്ങളെല്ലാം ഒരു തലവനെ നേരിട്ട് ജനങ്ങളെല്ലാം കൂടി എന്താണ് ഒരു തലവനെ തെരഞ്ഞെടുക്കുന്നതല്ലേ റിപ്പബ്ലിക് ഭരണരീതി എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവനായിട്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതല്ലേ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടമെടുത്ത രാജ്യം ഫ്രാൻസ് ആണ്. പഠിച്ചു വെക്കണേ. ഇപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് ഇതെല്ലാം കടമെടുത്ത രാജ്യം ഫ്രാൻസ് ആണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഇത്രയും കാര്യങ്ങളാണ് ആമുഖത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ആമുഖത്തിലെ സാഹോദര്യം എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ ആണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ആമുഖത്തില് സാഹോദര്യം എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നത്. ആമുഖം വിഭാവനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇത് തെറ്റിക്കാൻ വേണ്ടി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം, തിരിച്ചിട്ട് ചോദിക്കും. എങ്ങനെ പസോമ ജെറി ഇങ്ങനെ ഒരു കോഡിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. പരമാധികാര സോഷ്യലിസ്റ്റ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. ആമുഖം വിഭാവനം ചെയ്യുന്നത് ഇതാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. അപ്പൊ 1976 42ാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ ഈ ഭേദഗതി നിലവിൽ വന്ന എന്നാണ്? 1977 ജനുവരി 3-നാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത് 77 ജനുവരി 3-നാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമല്ലേ. അപ്പോൾ ഇനി ആമുഖത്തെ വിശേഷണം ചെയ്ത വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ആമുഖത്തെ ഇന്ത്യയും ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷി അല്ലേ. പഠിച്ചു വെക്കണേ. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷിയ. പഠിച്ചു വെക്കണേ. അപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചതാരാ? എന്താണ്? എന്നെ പൽക്കിവാലയാണ്. ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിളിച്ചത് എന്നെ പൽക്കിവാലയല്ലേ. അതുപോലെ തന്നെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചതാരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. പഠിച്ചു വെക്കണേ. എന്താ ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാ താക്കൂർദാസ് ഭാർഗവല്ലേ. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വട്ടത്തെ ഈ വട്ടം നടന്ന എക്സൈസിന്റെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? M ഹിദായത്തുള്ളയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്തു. ആമുഖത്തിന്റെ വിശേഷണങ്ങളെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്ന് ആമുഖത്തിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. കൃത്യമായിട്ട് ആമുഖത്തിൽ എന്തൊക്കെ പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിലപ്പുറം ഒരു ചോദ്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയെടുത്ത് പഠിക്കുക. നമ്മളെല്ലാം കൂടെ കൊണ്ടുവരുന്നില്ല. മൗലിക അവകാശങ്ങളുണ്ട്, ഇനി നിർദ്ദേശക തത്വങ്ങളുണ്ട്, അതുപോലെ രാഷ്ട്രപതിയുണ്ട് പഠിക്കാൻ, ലോകസഭ, രാജ്യസഭ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് അതിൽ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടൊക്കെ വരാം. അപ്പോൾ ഈ പറഞ്ഞ ഇനിയും ക്ലാസ്സുകൾ, അടുത്ത ക്ലാസ്സുകളൊക്കെ തുടർന്നും കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.